ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് തിരുവോണം നക്ഷത്രത്തിന്റെ പൊതുവായിട്ടുള്ള ഫലത്തെക്കുറിച്ചാണ്. ശരീരപുഷ്ടിയും സൗന്ദര്യവും ആരോഗ്യവും തിരുവോണം നാളിൽ ജനിച്ചവരുടെ പ്രത്യേകതകളാണ്. കുലീനമായ പെരുമാറ്റവും അടക്കവും ചിട്ടയുമുള്ള പ്രവർത്തന രീതിയും കൊണ്ട് എല്ലാവരുടെയും അഭിനന്ദനം നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും. നേതൃത്വം വഹിക്കാനുള്ള കഴിവും ആജ്ഞാശക്തിയും ഉണ്ടാകും. പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുവാനും ഭംഗിയായി വസ്ത്രധാരണം നടത്താനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും. അന്യർക്ക് ശരീരം കൊണ്ടും പണം കൊണ്ടും ഉപഹാരം ചെയ്യാൻ മടിക്കുകയില്ല. കാര്യങ്ങൾ വിശദമായി വിവരിക്കാൻ പ്രത്യേക താല്പര്യം കാണിക്കും. നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ. സത്യസന്ധത പാലിക്കാനും പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കും. പണമിടപാടുകളിൽ കുറെയെല്ലാം കൃത്യത പാലിക്കണമെന്ന് നിർബന്ധമുണ്ടാകുമെങ്കിലും അമിതമായ ചിലവ് മൂലം പലപ്പോഴും ഇത് സാധിച്ചെന്ന് വരികയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ധാരാളമായി അനുഭവിക്കേണ്ടി വരും. പണം കൊണ്ട് സഹായിച്ചവർ ശത്രുക്കളായി മാറുകയും വിഷമിപ്പിക്കുകയും ചെയ്തെന്നു വരും. കൂട്ടുപ്രവർത്തകരുടെ സഹകരണക്കുറവ് മൂലം ബുദ്ധിമുട്ടുകൾക്ക് ഇടയാവും. ജീവിതത്തിൽ ഒന്നിടവിട്ട് ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. യാദൃച്ഛിക സംഭവങ്ങളായിരിക്കും മിക്കപ്പോഴും ഈ ഉയർച്ച താഴ്ചയ്ക്ക് കാരണമാകുന്നത്. പൊതുവെ പറഞ്ഞാൽ വലിയ ഉയർച്ചകളും അതുപോലെ തന്നെ കടുത്ത അധപ്പതനങ്ങളും നിറഞ്ഞതായിരിക്കും ഈ നാളിൽ ജനിച്ച മിക്കവരുടെയും ജീവിതം. ഉന്നത വിദ്യാഭ്യാസം നേടാൻ യോഗമുണ്ട്. എല്ലാ കാര്യങ്ങളെപ്പറ്റിയും സാമാന്യമായ അറിവ് നേടാൻ പ്രത്യേകം ശ്രദ്ധിക്കും. പല പ്രവർത്തനങ്ങളിലും മാറി മാറി ഏർപ്പെടും. ഇവയിൽ പലതിലും വിജയം നേടുമെങ്കിലും ചിലതിൽ ഭീമമായ പരാജയം അഭിമുഖീകരിക്കേണ്ടി വരും. ദുർഘട ഘട്ടങ്ങൾ വരുമ്പോഴും സമചിത്തത പാലിക്കാനും അവർക്ക് പരിഹാരം നേടാനും കഴിയും. ആജ്ഞാശക്തിയും സംഘടനാ പാടവവും കൂടുതലായി ഉണ്ടാകും. ആരെയും ആശ്രയിച്ച് കഴിയാൻ ഇഷ്ടപ്പെടുകയില്ല. കുടുംബത്തിന്റെയും ബന്ധുകുടുംബങ്ങളുടെയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഇതുമൂലം സാമ്പത്തിക ക്ലേശങ്ങൾ എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. ആർക്കും ഉപദ്രവം ചെയ്യാൻ ആഗ്രഹിക്കുകയില്ല. സ്നേഹവും വിധേയത്വവുമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കും. സുഖഭോഗങ്ങളിൽ അധികമൊന്നും താല്പര്യം കാണിക്കുകയില്ല. 30 വയസ്സുവരെ ഗുണദോഷ സമ്മിശ്രമായ ജീവിതമായിരിക്കും ഇവർ നയിക്കുക. ഈ കാലത്ത് വിദ്യാഗുണം, തൊഴിൽ ലാഭം തുടങ്ങിയവ ഉണ്ടാവുമെങ്കിലും യാത്രാക്ലേശം, മനക്ലേശം, സ്വജനങ്ങളിൽ നിന്ന് വേർപെട്ട് കഴിയാനുള്ള സാഹചര്യം തുടങ്ങിയവയും ഉണ്ടാകും. 30 വയസ്സ് മുതൽ 46 വയസ്സുവരെയുള്ള കാലം സൗഭാഗ്യപൂർണമായിരിക്കും. ധനാഭിവൃദ്ധി, കുടുംബസുഖം, പുതിയ വീട് വെക്കൽ തുടങ്ങിയവയെല്ലാം ഈ കാലത്ത് അനുഭവപ്പെടും. 46 വയസ്സിനു ശേഷവും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും ആരോഗ്യക്കുറവ് മൂലം ക്ലേശിക്കേണ്ടി വരും. ജീവിതത്തിൽ എല്ലാത്തിനും കാലതാമസം അനുഭവപ്പെടുക തിരുവോണം നാളിൽ ജനിച്ചവരുടെ പ്രത്യേകതയാണ്. വിവാഹം, സന്താന ലാഭം തുടങ്ങിയവ പോലും താമസിച്ച് സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത. തിരുവോണം നക്ഷത്രത്തിന്റെ ദേവത വിഷ്ണുവാണ്. ഗണം ദൈവം, യോനി പുരുഷൻ, ഭൂതം വായു, മൃഗം കുരങ്ങ്, പക്ഷി കോഴിയാണ്, വൃക്ഷം എരുക്ക്, രത്നം മുത്താണ്. ഭാഗ്യനിറം വെളുപ്പ് കലർന്ന ചുവപ്പ് നിറം. ഭാഗ്യസംഖ്യ 2. താങ്ക് യു.